ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഏകദേശം സമയം എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ എന്തായാലും നമ്മളിന്ന് ഒരു നീണ്ട യാത്രയിലേക്ക് പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോട്ടയത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോവുകയാണെങ്കിൽ എനിക്കവിടെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ ചെയ്യണം. അപ്പോൾ ഇന്ന് പോവുകയാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര ടെൻഷനൊക്കെയാണ്. എന്നാലും നമ്മൾ പോവുകയാണ്. അപ്പോൾ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാഗൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് ഇന്നലെ രാത്രി വെച്ചത് അമ്മ അച്ഛനോട് നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. എന്തായാലും നിങ്ങൾ ഇനിയിപ്പോൾ ഞാനും അമ്മയും കൂടി രാവിലെ പോകുമായിരുന്നു. അച്ഛൻ ചേട്ടായി അച്ചിച്ചയൊക്കെ കൂടി വൈകുന്നേരം ഷോമയൊക്കെ ആയിട്ട് ഒരു 2 മണിയാകുമ്പോൾ ഇറങ്ങിയാലും ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുള്ളൂ. കാരണം അത്ര ട്രാഫിക് ആയിരിക്കും. ഇപ്പോൾ എത്ര മണിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സമയത്തിൽ ഇറങ്ങും കേട്ടോ ഇവരൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞാൽ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരുങ്ങി നിൽക്കുമായിരിക്കും. കാരണം എല്ലാവരോടും വൈറ്റിലയിൽ 8:30 കാണാമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങളോടത്ത് വേറെ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ 8:30 വരാനാണ് പറഞ്ഞത്. ഞങ്ങൾ മിക്കാനും ഇറങ്ങിയപ്പോൾ തന്നെ 8 മണിയായിട്ടും ഉണ്ടാവും. 8:30 അവിടെ ചെല്ലും ഇല്ലൊന്നും അറിയത്തില്ല. എന്തായാലും ഇതൊക്കെ കണ്ടോ, ചെടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അവിടെയും കുറേ ചെടി വെച്ചു. അതൊക്കെ ഇങ്ങനെ വേർതിരിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ചെടീനെ കുറിച്ച് പറയാൻ സമയമില്ല. നമുക്ക് വേറെ ദിവസം വീഡിയോ ഡീറ്റെയിൽ ആയിട്ടിടാം. ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിക്കും എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോട്ടെ. നിങ്ങൾ അവിടെ വന്നിട്ട് ഞാൻ മെയിൻ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാനും അമ്മയും നേരത്തെ തന്നെ തൃശ്ശൂർ വന്നിപ്പം മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് ഇടുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് അച്ഛയും ഷോമ്മയും അച്ചിച്ചയും പിന്നെ ക്യാമറമാനായ ചേട്ടായും എല്ലാവരും കൂടി കാറിന് വരുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ അങ്കമാലി കഴിഞ്ഞു കേട്ടോ ഏകദേശം. അപ്പോഴത്തേക്ക് ഞങ്ങളവിടെ നേരത്തെ ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളെ കാണാനും വീടിനെ ഡാൻസ് കാണാനും പിന്നെ എനിക്ക് തിരിച്ചു വരണമല്ലോ. തിരിച്ചു വരുമ്പോൾ ബസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ വണ്ടിയിൽ വരാൻ അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊന്ന് ചേട്ടായി അച്ചിച്ചയൊക്കെ പോവുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു അപ്രതീക്ഷിതമായി ചേട്ടാ ചുമ്മാ വീഡിയോ എടുത്താണെങ്കിലും ഒരു ലംബോർഗിനി വന്ന് പെട്ടു ഗൈസ്. വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ വരും. കണ്ടോ, മിന്നായം പോലെയാണോ അങ്ങ് പോയത്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്സാണ്. ഇവരൊക്കെ കൂടി ഇന്ന് ഞങ്ങളൊരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ. മാഷിട്ട് തന്ന പോസാണ്. അടിപൊളിയല്ലേ? നല്ല പോസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡ്രസ്സിൻ്റെ കളറും അടിപൊളിയാണ്. പക്ഷേ ഡ്രസ്സ് ഇച്ചിരി ലൂസും ടൈറ്റൊക്കെ ആയിട്ടുള്ളവരുണ്ടായിരുന്നു. എൻ്റെ ബ്ലൗസൊക്കെ ഞാൻ കുറേ അഴിച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് സരയുവിൻ്റെ നാട് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കൊച്ച് ഇംഗ്ലീഷ് സംസാരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് സരയു. മലയാളം അറിയത്തില്ല. പിന്നെ ഇതാണ് എൻ്റെ മാഷ്. ഇതാണ് മാഷിൻ്റെ വൈഫ്. പാട്ട് പാടുന്ന ഈ ടീച്ചറാണ്. അപ്പോൾ ഇത് സരയും ഞാനോട്ട് കുറേ ഫോട്ടോ എടുത്ത് അവസാനം എൻ്റെ ഒറ്റക്കുള്ള ഫോട്ടോ ഇല്ല കേട്ടോ മാഷി ചോദിച്ചിട്ട് എന്നിട്ട് എഡിറ്റ് ചെയ്തൊക്കെ കൊടുത്തു ഈ ഫോട്ടോ. പിന്നെ ഇത് ആദ്യത്തെ ഒരു രംഗപൂജയാണ്. ഇതിൽ ഞാനാണ് ഇന്ന് അടുക്ക് നിൽക്കുന്നത് കണ്ടോ. എൻ്റെ ഇപ്പുറത്ത് തന്നെ സരയും ഉണ്ട്. പിന്നെ ഇതൊക്കെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ ഇതാണ് സരയുവിനെ പിന്നെ ഞാൻ പറഞ്ഞിപ്പോൾ സരയു നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ. സരയുവിൻ്റെ ഡാൻസാണ് കേട്ടോ ഇത്. അത് ഒരു ഒറ്റക്കുള്ളൊരു ഐറ്റം. ഞാനും സരയും ഒറ്റക്ക് കളിച്ചുള്ളൂ എന്ന് തോന്നുന്നു. വേറെ ആരും കളിച്ചില്ല. അപ്പോൾ സരയുവിൻ്റെ ഒരു ഡാൻസ് തന്നെ. അത് കഴിയുമ്പോൾ എൻ്റെ കുച്ചിപ്പുടിയാണ്. ഞാൻ 3 ഐറ്റമേ കളിച്ചുള്ളൂ. സരയും 3 ഐറ്റം കേട്ടോ കളിച്ചത്. അപ്പോൾ ആദ്യം ഗജാനനം, പിന്നെ ഒരു അന്നപൂർണ എന്ന് പറയുന്ന ഒരു ഐറ്റം, പിന്നെ നമ്മുടെ കുച്ചിപ്പുടി, പിന്നെ ഏറ്റവും അവസാനമായിട്ടൊരു മംഗളം. പിന്നെ ഒരു ഇതാക്കി കൂട്ടണ്ടല്ലോ, മംഗളം ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം എൻ്റെ കുച്ചിപ്പുടി കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇത് ഞാൻ ഒത്തിരി ഇട്ടിട്ടില്ല. കാരണം നിങ്ങൾ കണ്ടു കാണും, എൻ്റെ ഒരു ലോങ് വീഡിയോ ഇതിനു വേണ്ടി മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ അമ്പലത്തിൽ പ്രതിഷ്ഠയിട്ട് എഴുന്നള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ആ ഒരു സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാരണം കേൾക്കില്ല, അതിൻ്റെ ഒച്ചയില്ലല്ലോ. ആ സൗണ്ട് നിങ്ങൾ ആ മറ്റേ ലോങ് വീഡിയോ പോയി കണ്ടാൽ മനസ്സിലാവും. നല്ല ആ ഒരു ചെണ്ടമേളമായിട്ട് വരുന്ന ഒരു സൗണ്ട് ഉണ്ട്. കറക്റ്റ് അവിടെ നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയാണ് വൈകുന്നേരം. അപ്പോൾ കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ അമ്പലത്തിനെ കുറിച്ച്. ആ അമ്പലത്തിൽ തന്നെ ഞാൻ നരസിംഹത്തിൻ്റെ മറ്റേ കഥയാണ് കാണിച്ചത്. കറക്റ്റ് ഞാൻ ആ നരസിംഹം ഇങ്ങനെ വെട്ടിക്കീറുന്നതും അങ്ങനെ എന്തോ അടിച്ച് മറ്റേ കഥ ഞാൻ പറഞ്ഞ ഇപ്പം തീരെയല്ല, അതുകൊണ്ട് ഞാൻ പറയാനുള്ള അത് നമ്മൾ ഭയങ്കരമായിട്ട് വലിയൊരു കഥയാണല്ലോ. നരസിംഹത്തിൻ്റെ കഥ കാണിക്കുമ്പോഴത്തേക്കും എന്നെ കറക്റ്റ് എഴുന്നള്ളി വന്നിട്ട് വൈകുന്നേരമാണ് നരസിംഹം അവിടെ വരുന്നത്. പിന്നെ എൻ്റെ ഡാൻസ് കഴിഞ്ഞു ഗൈസ്. അത് കറക്കം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇത് ഒരു ട്രൈബൽ ഡാൻസാണ്, അഥവാ ആദിവാസിയുടെ അങ്ങനത്തെ ഒരു ഡാൻസാണ്. ഇത് മാഷ് പഠിപ്പിക്കുന്നതാണ്. പിന്നെ മാഷിൻ്റെ ഒരു പ്രത്യേകത,
എല്ലാം ലൈവാണ് കേട്ടോ, പക്കമേളം. അപ്പോഴത്തേക്ക് നമുക്ക് തെറ്റിയാലും ഇപ്പം നമ്മൾ ഇച്ചിരി കൂട്ടി കളിച്ചാലും അതിനനുസരിച്ച് കളിച്ചോളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, തെറ്റിപ്പോയാലും അതിനനുസരിച്ച് പാടും. അതുകൊണ്ടാണ് വേറെ എടുത്തുകൊണ്ട് ഇങ്ങനെയൊന്നും പാടത്തില്ല കേട്ടോ, ഇത് മാഷായതുകൊണ്ടാണ്. പിന്നെ ഇത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിലുണ്ടായിരുന്നതാണ്, ഞാനധികം ക്ലാസ്സിന് പോകാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇല്ലാത്തത്. എന്ന് വെച്ചാൽ 17-20 മിനിറ്റോളം ഉണ്ട്, അതുകൊണ്ടാണ് അത്രയും പഠിച്ചെടുക്കണ്ടേ, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റത്തുമില്ല. പിന്നെ ഇതൊരു മുളയാണ് ഗൈസ്, ഇത്രയും ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. അതെ സൈഡിൽ വേറൊരു കോലിരിക്കുന്നുണ്ടോ, പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയുണ്ട്, മുറമുണ്ട്, എല്ലാം കുറേ സംഭവങ്ങൾ വെച്ചിട്ട് കളിക്കുന്ന ഒരു ഡാൻസാണ്. പിന്നെ ഞങ്ങളെല്ലാവരും മേക്കപ്പ് ചെയ്തത് യൂനസ് മാഷാണ്. എനിക്ക് കറക്റ്റ് പേര് വായി വരുന്നില്ല ഗൈസ്, ഞാൻ കുറേ നേരം സംസാരിച്ച് എൻ്റെ ആ ഒരു ടച്ച് വിട്ടുപോയി, ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവില്ല. അപ്പോൾ ആ യൂനസ് മാഷാണ് ഞങ്ങളെയൊക്കെ ഒരുക്കിയത്. നല്ല അടിപൊളി മേക്കപ്പായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും അടിപൊളിയായിരുന്നു മേക്കപ്പൊക്കെ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, അടിപൊളിയായിരുന്നു. എന്തായാലും എല്ലാവരുടെയും ഡാൻസ് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അവസാനമായിട്ട് തൃശ്ശൂർ ഇങ്ങനെ അമ്പലങ്ങളിൽ കളിച്ച് അപ്പം തന്നെ എനിക്കിതുവരെ മൊമെൻറ്റോ ട്രോഫി അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ആദ്യമായിട്ട് ഒരു അമ്പലത്തിൽ നിന്ന് കളിച്ചിറങ്ങി അപ്പം തന്നെ ട്രോഫി മൊമെൻറ്റോ തരുന്നൊരു മൊമെൻറ്റ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. എനിക്ക് അവസാനം എനിക്കല്ല കേട്ടോ, എല്ലാവർക്കും തന്നെ അവസാനം മൊമെൻറ്റോ കൊടുത്തു, ഈ കളിച്ച എല്ലാവർക്കും. ഇത് എത്ര പേരുണ്ട്, എങ്ങനെ വല്ല 10-17 പേരുണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു, ചെറിയ പിള്ളേർ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അത്ര അടിപൊളിയായിട്ടാണ് അവരൊക്കെ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവസാനം അമ്പലത്തിൽ നിന്ന് മൊമെൻറ്റോ ഒക്കെ തന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ മൊമെൻറ്റോ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ, എൻ്റെ എല്ലാ മൊമെൻറ്റോസും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കളിക്കുമ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടും, പക്ഷേ നമ്മൾ അന്ന് തന്നെ കിട്ടണമെന്നില്ലല്ലോ. പിന്നെ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.